എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ടൈം എക്സാം ഓണം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് 1-2 ചാപ്റ്റർ, ആദ്യത്തെ 2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകളാണ്. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. മൂന്നാമത്തെ ചാപ്റ്റർ ഒരു പകുതി പോർഷൻസ് കാണും, ഏകദേശം ഒരു 7-8 ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം കൂടുതലും 1-2 ചാപ്റ്ററിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക കേട്ടോ. മൂന്നാമത്തെ ചാപ്റ്റർ എടുത്തു കഴിയുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് റെപ്രസെന്റ് ദ മോണോമേഴ്സ് ഓഫ് നൈലോൺ 66? ചുവടെ നൽകിയിരിക്കുന്ന ജോഡികളിൽ നൈലോൺ 66ന്റെ മോണോമറുകൾ ഏതെല്ലാം? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മിക്കപ്പോഴും ചോദിക്കുന്നുണ്ട് മോണോമർ ഏതാണെന്ന് ചോദിക്കുന്നതാണ്. അപ്പം നൈലോൺ 66ന്റെ മോണോമർ ഏതാണ്? അഡിപ്പിക് ആസിഡ് ഇല്ലേ, അഡിപ്പിക് ആസിഡും അതുപോലെ തന്നെ ഹെക്സാമെഥിലിൻ ഡൈമീനുമാണ് നൈലോൺ 66ന്റെ മോണോമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് വൺ, ആൻ ആൽക്കീൻ ആണ് കേട്ടോ. ആൻ ആൽക്കീൻ എക്സ് വിത്ത് 2 കാർബൺ ആറ്റംസ് അണ്ടർഗോ അഡീഷൻ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ടു ഗെറ്റ് ദ പ്രൊഡക്റ്റ് വൈ. ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. എന്നാണ്? 2 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ എക്സ് എന്ന ആൽക്കീൻ ആണ് കേട്ടോ. ഹൈഡ്രജനുമായിട്ട് അഡീഷൻ രാസപ്രവർത്തനം ഏർപ്പെടുന്നു. അപ്പോൾ വൈ എന്ന ഉൽപ്പന്നം ഉണ്ടാകുന്നു. അപ്പം ഇതിലെ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആൽക്കീനാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽക്കീൻ വിത്ത് 2 കാർബൺ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആൽക്കീനാണ്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം എന്താണ്? ഡബിൾ ബോണ്ട് ഉള്ളതാണ്. ക്ലിയർ ആയല്ലോ? ദെൻ പിന്നെന്താണ്? 2 കാർബൺ ആറ്റമാണ്. അവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. അതെങ്ങനെയാണ്? അഡീഷൻ റിയാക്ഷൻ, ആരുമായിട്ട്? ഹൈഡ്രജനുമായിട്ട് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയേ, നമുക്കറിയാം 2 കാർബൺ ആറ്റം നമ്മൾ എങ്ങനെയാണ്? ആൽക്കീൻ ആയതുകൊണ്ട് ഡബിൾ ബോണ്ട് ആണ്. മനസ്സിലായല്ലോ? ദെൻ അതെങ്ങനെയാണ്? ഹൈഡ്രജൻ്റെ ആയിട്ട് എങ്ങനെയാണ്? അഡീഷൻ റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജനുമായിട്ട് അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കറിയാം ഇത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഇവിടെ എത്ര ഹൈഡ്രജൻ വരും? 2 ഹൈഡ്രജനും കൂടെ വരും അല്ലേ? ഇതാ ഇവിടെ 2 ഹൈഡ്രജൻ വരും. അതാ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇതാ ഇവിടെ ഒരു ഹൈഡ്രജനും വരും. മനസ്സിലായല്ലോ? അപ്പം ആൽക്കീനാണ് 2 കാർബൺ ആറ്റം ഉണ്ട്. ദെൻ അഡീഷണൽ റിയാക്ഷൻ, ഹൈഡ്രജനുമായിട്ട് അഡീഷണൽ റിയാക്ഷൻ ഉണ്ടാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ബോണ്ട് കംപ്ലീറ്റ് ആയല്ലോ ഇവിടെ. ദെൻ അപ്പോൾ അതാണ് പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കാം? അഡീഷൻ റിയാക്ഷൻ ആണല്ലേ. അഡീഷൻ റിയാക്ഷൻ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്താണ്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അതെന്തായിട്ട് മാറും? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. അതായത് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് വരുവാണല്ലോ ചെയ്യുന്നത് അഡീഷണൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ. ക്ലിയർ ആയല്ലോ? ദെൻ അപ്പോൾ ബാക്കി നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഹൈഡ്രജൻ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണല്ലോ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 2 കാർബൺ ആറ്റം ഇല്ലേ? മനസ്സിലായോ? പറഞ്ഞു 2 കാർബൺ ആറ്റമാണ്. ദെൻ ഡബിൾ ബോണ്ട് ആണ്. ദെൻ ആൽക്കീൻ ആയതുകൊണ്ട് ഡബിൾ ബോണ്ട് ആണ്. ഹൈഡ്രജനായിട്ട് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നു. അപ്പൊ നമുക്ക് വൈ എന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? മോളിക്കുലർ ഫോർമുലയായിട്ട് എങ്ങനെയായിട്ട് എഴുതാം? 2 കാർബൺ ആറ്റം ആകുമ്പോൾ C2 ആണ്. ഇതാ ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ എത്ര എണ്ണം വരും? ഹൈഡ്രജൻ ഇതാ ഇവിടെ നോക്കും, 1 2 3 4 ഇല്ലേ? 4 ഹൈഡ്രജൻ ആണ്. അത് പിന്നെ അഡീഷണൽ റിയാക്ഷൻ നടക്കുവാണ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാണ്? ഇവിടെ എന്താണ്? 2 കാർബൺ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ എത്ര എണ്ണം വരും? ഹൈഡ്രജൻ ഇവിടെ എത്രയാണ്? ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ C2H6 വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഏതാണ് ഇവിടെ വരുന്നത്? C2H4 ആണ്. C2H4 ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാണ്? C2H6 ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇല്ല, അപ്പോൾ ഏതാണ് ഇവിടെ വരുന്നത്? ഇത് വരും അതേ നോക്കിയാൽ C2H4 ആണ്. C2H4 വരുന്ന ആദ്യത്തെ വരുന്നുണ്ട് D ഉണ്ട് അല്ലേ? പിന്നെ പ്രൊഡക്റ്റ് വരുന്നത് C2H6 ആണ്. C2H6 വരുന്നത് ഏതാണ്? D ആണ് കേട്ടോ. അപ്പോൾ D ആണ് ഇവിടുത്തെ ആൻസർ. C2H4 C2H6. മനസ്സിലായല്ലോ? എങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ? അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കണം. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, നമുക്കൊന്ന് കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കി ഓരോന്നോരോന്നും ചെയ്തു തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, കോമൺ നെയിം ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. ആദ്യത്തെ OR എന്ന് പറയുമ്പോൾ ഏതാണ്? ഈതർ ആണ് വരുന്നത്. CHO എന്ന് പറയുമ്പോൾ ഏതാണ്? ആൽഡിഹൈഡ് ആണ്. COOH കാർബോക്സിലിക് ആസിഡ് ആണ്. OH എന്ന് പറയുമ്പോൾ ആൽക്കഹോളും ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഏതാണ് ഇവിടുത്തെ ഓപ്ഷൻസ് വരുന്നത്? A എന്ന് പറഞ്ഞിരിക്കുന്നത് 4 4ലേക്ക് വരണം. അപ്പം എയിൽ ഏതാണ്? ഏത് ഓപ്ഷനാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം A എന്ന് പറഞ്ഞിരിക്കുന്ന 4 വരണം. 4 വരുന്നത് ബിയും സിയും ഉണ്ട്. ദെൻ പിന്നെ നോക്കിയേ,
ബി വരുന്നത് ബി സി എച്ച് ബി 1 വരണം. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 1 വരുന്നുണ്ട്. ബി 1 വരുന്നുണ്ട്. അപ്പം എന്താ ഇവിടെയുണ്ട്. സി എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ് 2 വരുന്നുണ്ട്. സി 2 വരുന്നത് ഇതിൽ വരുകയല്ല, ഇതിലാണ് വരുന്നത് അല്ലേ. അപ്പം എനിക്ക് സി 2 വരുന്നുണ്ട്. ദെൻ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങോട്ട് പോകും? 3 വരുന്നുണ്ട്. ഡി 3 വരുന്നു. അപ്പം ഇതാണ്. അപ്പം സി ആണ് കേട്ടോ ആൻസർ. മനസ്സിലായോ? നോക്കി വെച്ച് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. സി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇവിടെ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട്. അതിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതാണ് നമ്മൾ നമ്പർ കൊടുക്കണം അല്ലേ. അതാന്ന് നോക്കിയാൽ ക്ലോറിനാണ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ കൊടുക്കണം. 1 2 3 4 എന്ന് വരും. അപ്പം 2ലാണ് വന്നിരിക്കുന്നത് ക്ലോറിൻ. അപ്പം 2 ക്ലോറോ ഇല്ലേ. 2 ക്ലോറോ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം 2 ക്ലോറോ ബ്യൂട്ടൈൻ. സിംഗിൾ ബോണ്ടും ആണല്ലോ ബ്യൂട്ടൈൻ. മനസ്സിലായല്ലോ? അവിടെ നോക്കിയാൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട്. കാർബൺ ആറ്റം എത്രയാണ്? 1 2 3 4 5 കാർബൺ ആറ്റം ഉണ്ട് ഇല്ല. അപ്പം ട്രിപ്പിൾ ബോണ്ട് വരുന്നിടത്ത് നമുക്ക് നമ്പറിങ് കൊടുക്കണം. അപ്പം 1 2 3 4 5 ഇല്ലേ. അപ്പം എങ്ങനെ എഴുതാം? 5 കാർബൺ ആറ്റാണ്. അപ്പം പെൻറ്റ് വരും ഇല്ലേ. പെൻറ്റ് 12ആണ് ട്രിപ്പിൾ ബോണ്ട് വന്നത്. പെൻ ടു YNE, പെൻ ടു അയിൻ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് A and B and complete the chemical equation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. A and B കണ്ടുപിടിക്കണം. A+B എന്നാണ്. ഇവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. ദെൻ ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റ് നോക്കിയേ. CO വന്നു. CO വരുന്ന ഏതാണ്? എസ്റ്റേഴ്സ് ആണ് ഇല്ലേ. എസ്റ്റേഴ്സ് ആണ്. അപ്പൊ എസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചതാണ്. ഇതാണ് കാർബോക്സിലിക് ആസിഡ് ഇല്ലേ. കാർബോക്സിലിക് ആസിഡും പിന്നെ ഏതാണ് കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും കൂടെ ഇല്ലേ. ആൽക്കഹോളും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എസ്റ്റർ കിട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? CH3 COOH ഇല്ലേ. പ്ലസ് പിന്നെ എന്താണ് വരുന്നത്? ആൽക്കഹോൾ ആണ് വരുന്നത് അല്ലേ. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? CH3 CH2 ഇതാ ഇവിടെ പിന്നെ എന്താണ്? ഇവിടെ എന്ത് വരും? OH കൂടെ വരും. മനസ്സിലായല്ലോ? അപ്പൊ അത് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CH3 COO CH2 CH3 H2O വരുന്നത്. അതായത് ഇവിടെ എന്താണ്? ഇതെന്താണ് സംഭവം? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഥനോയിക് ആസിഡ് ആണ് അല്ലേ. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എഥനോയിക് ആസിഡ് ആണ്. എഥനോയിക് ആസിഡ് ദെൻ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഥനോൾ ആണല്ലേ. CH3 CH2OH എന്ന് പറയുമ്പം എഥനോളും ആണ്. എഥനോള് ഇവിടെ കമ്പൈൻ ചെയ്തിട്ട് ഏതാണ് കിട്ടുന്നത്? ഈഥേൽ എഥനോയേറ്റ് ഇവിടെ കിട്ടുന്നത് അല്ലേ. നമ്മൾ പഠിച്ചതാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം A എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? എഥനോയിക് ആസിഡ് ആണ്. A എന്ന് പറഞ്ഞിരിക്കുന്നത് എഥനോയിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ B ഏതാണ്? എഥനോളും ആണ്. B എഥനോളും ആണ്. മനസ്സിലായല്ലോ? Then അടുത്ത ക്വസ്റ്റ്യൻ. The category of certain medicines are given. Mention the functions of each. നമ്മൾ പഠിച്ചതാണ്. മെഡിസിൻസിന്റെ കാറ്റഗറി തന്നിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷൻ അല്ലേ. ആന്റിസെപ്റ്റിക്കും പൈററ്റ്സും ആണ്. ആന്റിസെപ്റ്റിക്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? കൺട്രോൾ മൈക്രോ ഓർഗാനിസംസ് അല്ലെ. മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയെ തടയാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ആന്റിസെപ്റ്റിക് ഉപയോഗിക്കുന്നത്. ആന്റിപൈററ്റിക്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ അല്ലെ. ഫീവർ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ആന്റിപൈററ്റിക്സ് ഉപയോഗിക്കുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. To which category do the following medicines belong? താഴെ കൊടുത്ത മെഡിസിൻസ് ഉണ്ട്. അത് ഏത് കാറ്റഗറി പെടുന്നതാണ്? ആസ്പിരിനും പെൻസിലിനും. ആസ്പിരിൻ ഏതൊക്കെ കാറ്റഗറി വരും? ആന്റിപൈററ്റിക്കുമാണ്, അനാൽജസിക്കുമാണ്. നമ്മൾ പഠിച്ചതാണല്ലോ. അതായത് യൂസ്ഡ് ടു റെഡ്യൂസ് ഫീവർ ആൻഡ് റിലീവ് പെയിൻ. പെയിൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനും ആസ്പിരിൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പെൻസിലിൻ എന്നാണ്? പെൻസിലിൻ ഒരു ആന്റിബയോട്ടിക് ആണ്. എന്തിനു വേണ്ടിയാണ്? യൂസ്ഡ് ടു കിൽ ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ഇല്ലേ. ബാക്ടീരിയയുടെ ഗ്രോത്തിനെ തടയാനും അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ആന്റിബയോട്ടിക് അതായത് പെൻസിലിൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. One of the chemical equations given below represent a polymerization reaction. 2 രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. അവയിലൊന്ന് പോളിമറൈസേഷൻ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് HCl gives A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ N into A gives B കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് A. എയുടെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞത്. ഘടനാവാക്യം എഴുതാനാണ്
പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആദ്യത്തേൽ എ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിട്ട് വരും? നമുക്കറിയാം അഡീഷൻ പോളിമറൈസേഷൻ ആണ് വരുന്നത് അല്ലേ? CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്, HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? ട്രിപ്പിൾ ബോണ്ട് പോകുമല്ലോ, അപ്പൊ CH2 ഡബിൾ ബോണ്ട്, പിന്നെ എന്താണ് ക്ലോറിൻ വരും ഇല്ലേ? അപ്പൊ എന്താണ് CHCl ഇങ്ങനെ വരും. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ഇച്ചിരി മനസ്സിലാവുമായിരിക്കും. CHCl ക്ലിയർ ആയല്ലോ. ഇത് പിന്നെ എന്ത് ചെയ്യും? ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ വിനൈൽ ക്ലോറൈഡ് ആണ് അല്ലേ? വിനൈൽ ക്ലോറൈഡ് ആണ് കേട്ടോ, വിനൈൽ ക്ലോറൈഡ് ആണ്. ഈ വിനൈൽ ക്ലോറൈഡ് നമ്പർ ഓഫ് വിനൈൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്തിട്ട് എന്താണ് നമുക്ക് അവിടെ കിട്ടുന്നത്? പോളിവിനൈൽ ക്ലോറൈഡ് ആണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? CH2 ഡബിൾ ബോണ്ട് CHCl അല്ലേ? നമ്പർ ഓഫ് അല്ലേ? അപ്പൊ എന്താണ് നമുക്ക് അവിടെ കിട്ടുന്നത്? പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. അതായത് CH2 സിംഗിൾ ബോണ്ട് വരും CHCl. ദെൻ പോളിമറൈസേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എഴുതും. മനസ്സിലായല്ലോ? അപ്പൊ ഇതെന്താണ് നമുക്ക് ഇവിടെ കിട്ടുന്ന? പോളിവിനൈൽ ക്ലോറൈഡ് ആണ്, PVC ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം എയുടെ ഘടനാവാക്യം നമ്മളിവിടെ എഴുതി. ഇതാണ് എയുടെ ഘടനാവാക്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതാണ് എയുടെ ഘടനാവാക്യം. ദെൻ ഉൽപ്പന്നം ബി ഏത് പേരിൽ അറിയപ്പെടുന്നു? ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? PVC ഇല്ലേ? PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ് അതിന്റെ അറിയപ്പെടുന്നു. അതിന്റെ ഏതെങ്കിലും രണ്ട് ഉപയോഗം, പൈപ്പുകൾ, പ്ലാസ്റ്റിക് ഫർണിച്ചർ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അറിയാം, ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ് കേട്ടോ. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ വിനൈൽ ക്ലോറൈഡ്, ദ നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ബി പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. യൂസസ് ഏതേലും ഒരു യൂസസ് എഴുതുക. പഠിച്ചു വെക്കോട്ടെ, എല്ലാം പഠിച്ചു വെക്കുക. ഒന്നോ രണ്ടോ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, അതനുസരിച്ചിട്ട് എഴുതുക. Next one, the IUPAC names of two organic compounds are given. Write their structural formula. IUPAC നെയിം തന്നിട്ടുണ്ട്, അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഏതാണ്? 2,4-dimethyl heptane എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 2,4-dimethyl heptane. ഹെപ്റ്റൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെപ്റ്റൈൻ വരുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 7 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ 7 കാർബൺ ആറ്റം എഴുതാം. 1 2 3 4 5 6 7. ഹെപ്റ്റൈൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ എല്ലായിടത്തും എന്താണ് വരുന്നത്? സിംഗിൾ ബോണ്ട് ആണ് എല്ലായിടത്തും വരുന്നത്. അത് നമ്മളങ്ങ് വരച്ചേക്കുക. ദെൻ എന്താണ്? 2ലും 4ലും ഡൈമീഥൈൽ. അപ്പൊ 2ലും 4ലും എന്തുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? രണ്ടാമത്തെ ഇതിൽ ഞാൻ ഒരു CH3 കൊടുത്തു. ഇതിന് നാലാമത്തെ ഇതിലൊരു CH3 കൊടുത്തു. ബാക്കി എഴുതാലോ. ബാക്കി എന്ത് വരും? ഇവിടെ CH3 വരും. ഇവിടെ ക്ലിയർ ആയല്ലോ? CH3 ഇവിടെ വരും. ദെൻ ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, ക്ലിയർ ആയി. ദെൻ ഇവിടെ എന്ത് വരും? CH2 വരും. ഇവിടെ CH ആണ്, ഇവിടെ CH2 CH3. അപ്പം 2,4-dimethyl heptane ആയി. മനസ്സിലായല്ലോ? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണിത്. ഇനി Hex2E എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Hex2E ആണ്. എന്ന് വന്നിട്ടുണ്ട്. അപ്പം എന്താണ്? ഡബിൾ ബോണ്ട് അവിടെയുണ്ട്. ഹെക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 കാർബൺ ആറ്റം. 2 3 4 5 6 കാർബൺ ആറ്റം അവിടെയുണ്ട്. ദെൻ Hex2E എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇതിൽ ഡബിൾ ബോണ്ട് ഇവിടെ വരും. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. മനസ്സിലായല്ലോ? അപ്പൊ ബാക്കി എഴുതാലോ. ഇവിടെ എന്താണ്? CH3 വരും. ദെൻ ഇവിടെ എന്ത് വരും? ഒരു ഹൈഡ്രജൻ കൂടെ വരുമല്ലോ, CH വരും. ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടെ വരും. ദെൻ ഇവിടെ CH2 ആണ്, ഇവിടെയും CH2 വരും. ദെൻ CH3 ശരിയല്ലോ? CH3 CH ഡബിൾ ബോണ്ട് CH2 CH3 Hex2E. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ബ്യൂട്ടൻ 1 ഓൾ ഈസ് ഗിവൺ. കേട്ടോ, ബ്യൂട്ടൻ അല്ലെ? ബ്യൂട്ടൻ 1 ഓൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഐസോമർ. ഈ സംയുക്തത്തിന്റെ പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബ്യൂട്ടൻ 1 ഓൾ ആണ്. പൊസിഷൻ ഐസോമർ എന്ന് പറയുമ്പോൾ എന്താണ്? പൊസിഷൻ മാത്രം ചെയ്ത് വെച്ചാൽ മതിയല്ലോ. ആൽക്കഹോൾ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, അതായത് OH ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. 1ലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതുക. അപ്പൊ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? വേറെ മാറ്റി വേറെ പൊസിഷൻ കൊടുത്തു വെച്ചാൽ പോരെ. അപ്പൊ നമുക്ക് എഴുതാം CH3 CH2. പിന്നെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇവിടെ ഒരു ഇങ്ങോട്ട് കൊടുക്കും, OH ഗ്രൂപ്പ് കൊടുത്തു. ദെൻ CH3. മനസ്സിലായല്ലോ? അപ്പൊ ശരിയായല്ലേ? 4 ബ്യൂട്ടൻ ആണ്. അപ്പൊ 4 കാർബൺ ആറ്റം ഉണ്ട്. പൊസിഷൻ മാറ്റി കൊടുത്തു, രണ്ടാമത്തെ ഇതിലേക്ക് കൊടുത്തു അല്ലേ? അപ്പൊ അതിന്റെ പേരെങ്ങനെ വരും? പേരെങ്ങനെയായിട്ട് വരുന്നത്? ബ്യൂട്ടൻ അല്ലേ? ബ്യൂട്ടൻ രണ്ടാമത്തെ കൊടുത്തു, ബ്യൂട്ടൻ 2 ഓൾ എന്ന് വരും അതിന്റെ പേര്. മനസ്സിലായല്ലോ?
പിന്നെ അടുത്ത എന്താണ് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് വിച്ച് ബിലോങ്സ് ടു ദ സെയിം ഹോമോലോഗസ് സീരീസ് ഹാവിംഗ് 2 കാർബൺ ആറ്റം. ഇതേ ഹോമോലോഗസ് സീരീസ് ഉൾപ്പെട്ടും 2 കാർബൺ ആറ്റം അടങ്ങിയതായ സംയുക്തത്തിന്റെ ഘടനാവാക്യം. 2 കാർബൺ ആറ്റം OH ഗ്രൂപ്പും വരണം. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? അതാ നോക്കിയേ, CH3 CH2OH ഏതായാലും 2 കാർബൺ ആറ്റം ആണ്. ദെൻ OH ഗ്രൂപ്പും വന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഏത് വരും? ഇതിന്റെ പേരെന്താണ്? എഥനോൾ അല്ലേ? എഥനോള്. 2 കാർബൺ ആറ്റം ഉണ്ട്. ഇതേ ഹോമോലോഗസ് സീരീസ് ആണ്. അപ്പം എഥനോൾ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ആൻ ആൽക്കഹോൾ ഈസ് C4H10O. It has 2 position isomers. Write the IUPAC name of these isomers. ഒരു ആൽക്കഹോളിന്റെ തന്മാത്രാവാക്യം എന്ന് പറഞ്ഞാൽ C4H10O ആണ്. ഇതിന് 2 പൊസിഷൻ ഐസോമറുകളുണ്ട്. ഈ ഐസോമറുകളുടെ എന്താണ് IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. C4H10O ആണ്. അതിന്റെ 2 പൊസിഷൻ ഐസോമറുകൾ ഉണ്ട്. അതിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? C4H10O ആണല്ലോ. അപ്പം കാർബൺ 4 വേണം, ഹൈഡ്രജൻ 10 ആണ്, ഒരു ഓക്സിജനും വേണം ഇല്ലേ? അപ്പൊ നമുക്ക് എഴുതി നോക്കാം. എന്താ കാർബൺ 4 എണ്ണം ഉണ്ട്. കാർബൺ 4 എണ്ണം ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് കേട്ടോ. കാർബൺ 4 എണ്ണം എഴുതി. ദെൻ ഹൈഡ്രജൻ ഇവിടെ 10 വരണം. പിന്നെ എന്താണ് ഒരു ഓക്സിജനും വരണം ഇല്ലേ? ഓക്സിജനും വരണം. ആൽക്കഹോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നമുക്ക് കൊടുക്കാം ഒരു OH. ഇതാ ഇവിടെ ഞാനൊരു OH കൂടെ കൊടുക്കുവാണ് കേട്ടോ. അവിടെ ബാക്കി നമുക്ക് ഹൈഡ്രജനും കൂടെ ഫില്ല് ചെയ്യാം. ഇവിടെ നിന്ന് വരുമ്പോൾ CH3 വരും, ഇവിടെ CH2 വരും, ഇവിടെയും CH2 വരും. ഇതാ ഇവിടെ ഇത് വരും. ഇവിടെ നോക്കിയാൽ 10 ഹൈഡ്രജൻ ആറ്റം വേണമല്ലോ. അപ്പം 3 2 5 5 2 7 7ഉം ഇതാ ഇവിടെ 2 എണ്ണം 7 2 9 9 10 CH2 OH വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ പേരെന്താണ് വരുന്നത്? ബ്യൂട്ടൺ അല്ലെ? 4 കാർബൺ ആറ്റം ഉണ്ട്. ബ്യൂട്ടൺ 1 എന്ന് വരും അല്ലെ? ബ്യൂട്ടൺ 1 എന്ന് വരും. ദെൻ അടുത്തതിന്റെ റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദീസ് ഐസോമർ. 2 പൊസിഷൻ ഐസോമർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒന്ന് മാറ്റി കൊടുക്കാമല്ലോ. മാറ്റി കൊടുക്കുകയാണ്. CH3 CH2 ഇവിടെ ഞാനൊരു ആൽക്കഹോൾ കൊടുക്കുവാണ്. OH കൊടുത്തു. ദെൻ CH3. മനസ്സിലായല്ലോ? പൊസിഷൻ ഐസോമർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 കാർബൺ ആറ്റമാണ്. ഹൈഡ്രജൻ ഇവിടെ 10 ഉണ്ട്. ദെൻ ഒരു ഓക്സിജനും ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിന്റെ പേരെന്താണ് വരുന്നത്? ബ്യൂട്ടൺ അല്ലെ? ബ്യൂട്ടൺ 2 എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഇനി ഈ സംയുക്തത്തിന് ഏതെങ്കിലും ഒരു പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം അല്ലെ ഏതെങ്കിലും എഴുതുക. അപ്പൊ 2 ഞാൻ എഴുതിയിട്ടുണ്ടോ? ഘടനാവാക്യം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും എഴുതുക കേട്ടോ. ഇതിലെ ഏതെങ്കിലും എഴുതുക. ഘടനാവാക്യം ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അത് ഏതെങ്കിലും എഴുതുക. 2 ബ്യൂട്ടൺ 1 ഓളിന്റെയോ ബ്യൂട്ടൺ 2 ഓളിന്റെയോ ഏതെങ്കിലും എഴുതുക കേട്ടോ. ഞാനിപ്പോൾ രണ്ടാമത്തെ എഴുതാം. CH3 CH2 CH CH3 അല്ലെങ്കിൽ ഏതാണ്? ഓർ CH3 CH2 OH ഏതെങ്കിലും എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് മീൻ ബൈ ഐസോമറിസം? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം? ഐസോമറിസം എന്നാൽ എന്ത്? വിവിധതരം ഐസോമറിസം ഏതെല്ലാം? ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ഡെഫിനിഷൻ ഉണ്ട്. അത് എഴുതി കേട്ടോ. വാട്ട് യു മീൻ ബൈ ഐസോമറിസം ഇല്ലേ? കോമ്പൗണ്ട്സ് ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല ആൻഡ് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഐസോമേഴ്സ് ആൻഡ് ദ ഫിനോമിന ഈസ് നോൺ ആസ് ഐസോമറിസം. മനസ്സിലായല്ലോ? എത്ര തരത്തിലുള്ള ഐസോമറുകളുണ്ട്? 4 തരത്തിലുള്ള ഐസോമറുകളുണ്ട് അല്ലേ? ചെയിൻ ഐസോമറിസം, അതുപോലെ തന്നെ പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, മെറ്റാമറിസം. ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടോ. ഇനിയും ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ നമുക്കത് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു 1ഉം 2ഉം ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ. എന്നിട്ട് എഴുതുക. മാക്സിമം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് വരുന്നത്. അപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇത്തിരി ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഉണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്കിലെ കൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പം എഴുതി തന്നെ പഠിക്കുക. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.